നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ അമേരിക്കയിലുള്ള CIA എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഇന്റലിജൻസ് ഏജൻസി നമ്മൾ ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ഫണ്ട് ചെയ്യുന്നു, നമ്മുടെ ഗവൺമെന്റിനെ അവർ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ CIA ചരിത്രം നോക്കിയാൽ മതി. അവർ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഭരണം അട്ടിമറിച്ചത് ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ലോഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴുള്ള ഗവൺമെന്റ്, നമ്മുടെ മോദിജി ഗവൺമെന്റിനെ ഈ CIA അട്ടിമറിക്കാൻ നോക്കുന്നു, അമേരിക്കക്കാർ നമ്മുടെ ഗവൺമെന്റ് അട്ടിമറിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും അത് അങ്ങോട്ട് ഒരു വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്കത് കോൺഫിഡൻറ്റ് അങ്ങനെ ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ ഇതൊരു കോൺസ്പിറസി ആയിട്ടും എനിക്ക് ഭ്രാന്താണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഈ പറയാൻ പോകുന്നതിൽ ഒരു കാര്യം പോലും നോണയായിട്ടില്ല. എവറിത്തിങ് ഈസ് ഫാക്ട്, യു ക്യാൻ ചെക്ക് ഓൾസോ. സോ ഞാൻ പറഞ്ഞുതരാം. ഈ കോൾഡ് വാർ തുടങ്ങിയ സമയത്ത് CIA ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു കോവേർട്ട് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ യൂറോപ്പിലുള്ളതും സോവിയറ്റ് യൂണിയനിലൊക്കെ ഉള്ള ഈ യങ് ആയിട്ടുള്ള പൊളിറ്റീഷ്യന്മാരുണ്ടല്ലോ, അതായത് ഇവർ വളർന്ന് ഭാവിയിൽ വലിയ ആൾക്കാരാവുന്ന ഇവർക്ക് തോന്നുന്ന ആൾക്കാരിനൊക്കെ ഇവർ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് ഒരു റിക്രൂട്ട്മെന്റ് പോലെ പരിപാടി, മനസ്സിലായില്ലേ? അതായത് CIA കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സെറ്റപ്പ് ഒക്കെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായി. ഇത് നമുക്ക് എങ്ങനെയാണ് ഈ CIA ഇങ്ങനെ ചെയ്തു എന്ന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1960 ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു കാര്യമാണ്. അവരൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒക്കെ ചെയ്തിട്ട് പുറത്തുവിട്ട ഒരു വാർത്തയാണ്. അതായത് CIA ഇങ്ങനൊരു സീക്രട്ട് ഓപ്പറേഷൻ അമേരിക്കയിൽ ഇങ്ങനെ നടത്തുന്നു, പുറത്തുനിന്നുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതോടുകൂടി അമേരിക്കൻ ഗവൺമെന്റ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് വാഷ് അടിച്ചിട്ട് ഇതേ പ്രോഗ്രാമിന് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് ലീഗലാക്കി. ഫണ്ടഡ് ബൈ ആരാണ്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ചെയ്തിട്ട് ഈ പഴയ സീക്രട്ട് പ്രോഗ്രാമിനെ അവരൊരു ലീഗൽ പ്രോഗ്രാമാക്കി മാറ്റി. ACYPL എന്നാണ് ആ ഒരു പ്രോഗ്രാമിന്റെ പേര്. അതായത് ദ അമേരിക്കൻ കൗൺസിൽ ഓഫ് യങ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്ന ഇവരുടെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. ആർക്ക്? ഫോർ യങ് എമർജിംഗ് പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ടു പ്രൊമോട്ട് ക്രോസ് കൾച്ചറൽ എക്സ്പോഷർ, ഡിപ്ലോമസി ആൻഡ് ഗവർണൻസ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ബേസിക്കലി അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ ഡിപ്ലോമസിയും ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചുതരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ACYPL വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ പോവുക, കുറേ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അതിൽ നോട്ടബിൾ അലുമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പോയി നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇവരുടെ ഗവർണർമാർ ഏതൊക്കെയോ ആൾക്കാർ അത് ഇത് എന്നൊക്കെ പറഞ്ഞ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. അതിന് ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഇന്റർനാഷണൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒരാളേ ഉള്ളൂ. ഒരാളെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള ഒരാളല്ല, ടോട്ടലി ഒരാളെ അതിലുള്ളൂ. ഇതാരാത് കണ്ടല്ലോ, ഈ കണ്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ 1993 മോദിജി നമ്മുടെ വാഷിംഗ്ടൺ DC ഈ ഒരു പ്രോഗ്രാമിന്, എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് വേണ്ടി ചെല്ലുന്നത്. അതിൻ്റെ ഡെലിഗേഷൻ്റെ ഒപ്പമാണ് മോദിജി ചെല്ലുന്നത്. അവിടെ പോകുന്നു, അവിടെ നിന്ന് അടുത്ത ഒരു ഫേമസ് ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഫോർ ദിസ് റീസൺ അലോൺ ഐ തിങ്ക് CIA won't do anything against മോദിജി ഓർ മോദിജിസ് ഗവൺമെൻറ്. ഓക്കെ, യു മേ ഡിസഗ്രി, ഐ ഡോണ്ട് കെയർ. എനിക്കിങ്ങനെയാണ് മനസ്സിലാവുന്നത് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ.